ഹലോ ഗൈസ്, ഞാൻ ഡൊമിനിക്. ഇന്ന് നമ്മുടെ മണാലി ട്രിപ്പിൻ്റെ ഡേ 2 ആണ്. ഇന്നലെ ട്രെയിനിൽ ഒരുപോലെ കണ്ണടയ്ക്കാത്തതുകൊണ്ട് നന്നായി കിടന്നുറങ്ങി. അതുകൊണ്ട് തന്നെ കാലത്ത് എണീറ്റ് പ്രഭാതകർമ്മങ്ങൾ സ്റ്റാർട്ടാക്കി. പല്ലേപ്പ് കഴിഞ്ഞപ്പോൾ ചുമ്മാ നടക്കാനായിട്ടൊരു മോഹം. അപ്പോൾ എന്നെ ട്രെയിനിൽ നിന്ന് ചാടി പുറത്തിറങ്ങി പ്ലാറ്റ്ഫോമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇതുവരെയുള്ള ട്രെയിനിലത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം, അണ്ട ബിരിയാണി പോയിട്ട് ഒരു അണ്ട പോലും നമ്മൾ ട്രെയിനിൽ നിന്ന് മേടിക്കാൻ പാടില്ല എന്നാണ്. അത് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് അണ്ട ബിരിയാണി മേടിച്ച് കഴിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബ്രെഡും ജാമും ചപ്പാത്തിയും പീനട്ട് ബട്ടറും ഒക്കെയാണ്. ഫുഡടിയൊക്കെ കഴിഞ്ഞ് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിതാ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റത്തെ ഗെയിം എന്നതാ അന്താക്ഷരിയാണ്. അങ്ങനെ ഗെയിം പകുതിയിൽ വെച്ച് നിർത്തി ഞങ്ങളിതാ കാഴ്ചകൾ കാണാനായിട്ട് ട്രെയിനിൻ്റെ പുറത്തോട്ട് നോക്കിയിരിക്കുകയാണ്. ട്രെയിൻ യാത്രയിൽ ഞാൻ പഠിച്ച പാഠം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കാഴ്ചകളും നമുക്ക് കാണാനായിട്ടുണ്ടാവും. ഇത്തിരി നേരം കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും ചീട്ടുകളി അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത്തിരി നേരം ഞങ്ങളിതാ പാട്ട് വെച്ച് വൈബ് ചെയ്തു. അങ്ങനെ ഒരുപാട് നേരം ഇരുന്ന് മടുത്തപ്പോൾ ഞങ്ങളിതാ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാനായിട്ട് സ്റ്റാർട്ടാക്കി. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നാളെ നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും. ഇന്നത്തെ ഒരു ദിവസം കൂടി നമ്മൾ ഈ ട്രെയിനിൽ സർവൈവ് ചെയ്താൽ മതി. ബട്ട് ട്രെയിനിൽ സർവൈവ് ചെയ്യുന്നതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ട്രെയിനിലത്തെ ഫുഡ് അത്യുഗ്രമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്ത് സ്വിഗ്ഗിനെയാണ്. 3 നേരവും ബ്രെഡും ജാമും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നൈറ്റായപ്പോൾ ഓർഡർ ചെയ്ത് ഒരു ചിക്കൻ റോളാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് ഇത്ര കഴിഞ്ഞപ്പോൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാമെന്ന് വെച്ച്. അതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ മണാലി എപ്പിസോഡിൻ്റെ ഫുൾ വീഡിയോസ് കാണാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.